ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ്. ഇപ്പോൾ സർവീസിന് വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് അതിൻ്റെ വയറിങ്ങിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. വയറിങ് കട്ടായിട്ട് നമ്മൾ തൽക്കാലം പിരിച്ച് വെച്ചിട്ടൊക്കെയാണ് ഇടയ്ക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ റെഡിയാക്കി കിട്ടാറുള്ളത്. അത് നമുക്കൊന്ന് അഴിച്ച് സോൾഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് പിടിപ്പിച്ചാണ് ബ്രാക്കറ്റ് ചെറുതായിട്ട് പൊട്ടിയിട്ട് കിടന്ന് ഷിവറിങ് കാണിക്കുന്നുണ്ട്. അങ്ങനെ 1-2 കംപ്ലയിൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റി ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. കമ്പനി ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് കയ്യിലും ടൈറ്റ് ചെയ്യാനുണ്ട്. ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിടാം. ടൈറ്റ് ചെയ്ത് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്യാം. എയർ ഫിൽറ്ററും പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത് ഇതെവിടെയാണ്, നമുക്ക് ഈ ഹാൻഡിൽ റൊട്ടേഷൻ മന്ന ഭാഗത്ത് ഒട്ടുമിക്ക വയറുകളും ഡാമേജിലേക്ക് പോയേക്കാണ് കേട്ടോ. അതായത് വയറിങ്ങിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ വയറിൻ്റെ ഒക്കെ ഗേജ് വളരെ കുറവാണ്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ തൽക്കാലം ഇടയ്ക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ നമ്മൾ തൽക്കാലം സെറ്റ് ചെയ്ത് വിട്ടാണ്. അത് നമുക്കൊന്ന് റെഡിയാക്കി സോൾഡർ ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ടേപ്പ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയൊരു ഷിവറിങ് ജർക്കിങ് കാണിക്കുന്നുണ്ട്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഭാഗത്ത് ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റ് പൊട്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് ആ പ്രോബ്ലം കാണിക്കുക. അപ്പോൾ നിലവിൽ ഐറ്റം അവൈലബിൾ ആണോ നോക്കട്ടെ. നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൈയോടെ മാറ്റിയിട്ടേക്കാം. അതല്ലെങ്കിൽ ഐറ്റം ഓർഡറിലേക്ക് എഴുതി വെച്ചേക്കാം. ഐറ്റം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വരുത്തി വയ്ക്കാം. നമുക്ക് ഒന്നല്ല അടുത്ത സർവീസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലോ സർവീസിൽ കയറ്റുമ്പോൾ പറഞ്ഞാലും മതി. നമുക്ക് സർവീസ് അതിന് വേണ്ടി വെക്കണമെന്നില്ല. സർവീസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മാറ്റി വിടാമെന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അയച്ച് കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് ക്യാമിൻ്റെ ഭാഗമൊക്കെ ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ നമ്മൾ അതും കൂടിയും ചെയ്ത് വിടും. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ഏറെക്കുറെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഹബിനകത്തായാലും ബ്രേക്ക് ലൈനർ പറഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി ചെക്ക് ചെയ്യേണ്ട ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തുന്നത്. പുതിയ ബാറ്ററിയാണ് ഇത് ഇരിക്കണേ. 2024 മോഡലാണ്. എന്നാൽ പോലും നമുക്ക് സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ കേട്ടോ. വോൾട്ട് 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. വാറണ്ടിയിലുള്ള ബാറ്ററി ആണെങ്കിൽ കൂടി ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ കൂട്ടത്തിൽ കൂടെ അത് ചെയ്ത് പോകണമെന്നുള്ളൂ കേട്ടോ. പിന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. സ്പാർ പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റുകളായിട്ടൊന്നുമില്ല. പിന്നുള്ളത് ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റിൻ്റെ കേസാണ്. അത് ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടത്തിൽ കൂടെ മാറ്റി വിട്ടേക്കാം. അതല്ലെങ്കിൽ അടുത്ത സർവീസിലേക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് സർവീസിന് വരുമ്പോൾ കൂട്ടത്തിൽ കൂടെ അത് കയറ്റി അഴിച്ച് മാറ്റി വിടാം നമുക്ക് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഈ സർവീസ് ഇപ്പോൾ ഇത്രയും ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വണ്ടി കയറിയിട്ടുണ്ട്, രണ്ടാമത്തെ വണ്ടിയായിട്ട് കയറിയേക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആവും ഇറങ്ങുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കി വിളിക്കാം. ഓക്കെ.